സെലസ്റ്റിയൽ ഒബ്ജക്ട്സ്, ഔട്ടർ സ്പേസ്, യൂണിവേഴ്സ് എന്നിവയെക്കുറിച്ചുള്ള സയൻറ്റിഫിക് സ്റ്റഡിയാണ് ആസ്ട്രോണമി അഥവാ ജ്യോതിശാസ്ത്രം. ഇതിൽ ഒബ്സർവേഷൻ, അനാലിസിസ്, ഇൻ്റർപ്രിട്ടേഷൻ എന്നിവ ഉൾപ്പെടുന്നു. സെലസ്റ്റിയൽ ഒബ്ജക്ട്സിൻ്റെ ഫോർമേഷൻ, ഇവല്യൂഷൻ, ഫങ്ഷൻ എന്നിവ മനസ്സിലാക്കാൻ ഈ ഫീൽഡ് നമ്മെ സഹായിക്കുന്നു. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ആസ്ട്രോണമിയെക്കുറിച്ചുള്ള വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് അറിയാമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും വളരെ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. ഉദാഹരണത്തിന്, ഭൂമി സൂര്യനെ ഭ്രമണം ചെയ്യുന്ന അതേ ഓർബിറ്റിലൂടെ മറ്റു 2 വസ്തുക്കൾ കൂടി സൂര്യനെ ഭ്രമണം ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം? ഭൂമിയുടെ ഏകദേശം 60 ഡിഗ്രി മുന്നിലാണ് അവ സഞ്ചരിക്കുന്നത്. ഇതിൽ ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിലൊരു വസ്തുവിനെ കണ്ടുപിടിച്ചിട്ട് വെറും 4 വർഷം മാത്രമേ ആയിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം പറയാം. നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, ഗാലക്സികൾ, മറ്റ് സെലസ്റ്റിയൽ ബോഡീസ് എന്നിവയെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഒപ്റ്റിക്കൽ ഉപകരണമാണ് ദൂരദർശിനി അഥവാ ടെലസ്കോപ്പ് എന്ന് നമുക്കറിയാം. പക്ഷേ അവ ഉപയോഗിച്ച് നമുക്ക് കഴിഞ്ഞുപോയ കാര്യങ്ങൾ, അതായത് പാസ്റ്റ് കാണാൻ കഴിയും. ടെലസ്കോപ്പുകളെ ടൈം മെഷീനുകളായി ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. വെൽക്കം ബാക്ക് ടു ദി ഡയറി ഓഫ് രാജു. ഹബിൾ ടെലസ്കോപ്പ് എടുത്ത ഏറ്റവും പ്രശസ്തമായ ചിത്രങ്ങളിൽ ഒന്നാണ് പില്ലേഴ്സ് ഓഫ് ക്രിയേഷൻ. 1995 ഹബിൾ ടെലസ്കോപ്പ് ഈ ചിത്രമെടുത്തത്. ഈഗിൾ നെബുല എന്ന ഒരു സ്റ്റാർ ഫോമിംഗ് റീജിയന്റെ ഒരു ഭാഗത്ത് വാതകങ്ങളും ധൂളികളും കൊണ്ട് രൂപീകരിക്കപ്പെട്ട ഒരു പ്രത്യേക ഷേപ്പാണ് പില്ലേഴ്സ് ഓഫ് ക്രിയേഷൻ. 1995 ഹബിൾ ടെലസ്കോപ്പ് ഈ ചിത്രമെടുത്തതെന്ന് പറഞ്ഞല്ലോ. പക്ഷേ പിന്നീട് വന്ന ചില പഠനങ്ങൾ പറയുന്നത് 6000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സ്ട്രക്ചർ പൂർണ്ണമായും നശിച്ചുപോയി എന്നാണ്. പിന്നെ എങ്ങനെയായിരിക്കും ഹബിൾ ടെലസ്കോപ്പ് ഈ ചിത്രം എടുത്തിട്ടുണ്ടാവുക? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹബിൾ ടെലസ്കോപ്പ് ഒരു ടൈം മെഷീനായി പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കും. നമ്മളിൽ നിന്നും 7000 പ്രകാശ വർഷം, അതായത് ലൈറ്റ് ഇയർ അകലെയാണ് പില്ലേഴ്സ് ഓഫ് ക്രിയേഷൻ സ്ഥിതി ചെയ്യുന്നത്. അതായത് ഈ പില്ലേഴ്സിൽ നിന്നും പ്രകാശം നമ്മളുടെ അടുത്തെത്താൻ 7000 വർഷങ്ങൾ എടുക്കും. അതായത് 7000 വർഷങ്ങൾക്ക് മുമ്പ് ഇത് എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. 6000 വർഷങ്ങൾക്ക് മുന്നെയാണ് ഇത് നശിച്ചുപോയി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നശിക്കുന്നതിന് 1000 വർഷം മുന്നേയുള്ള രൂപമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അതായത് പില്ലേഴ്സ് ഓഫ് ക്രിയേഷൻ നശിച്ചു പോകുന്നത് കാണാൻ ഇനിയും ഒരു 1000 വർഷം കൂടി കഴിയണം. 6000 വർഷങ്ങൾക്ക് മുന്നേ നശിച്ചുപോയ പില്ലേഴ്സ് ഓഫ് ക്രിയേഷന്റെ ചിത്രം 1995 ഹബിൾ ടെലസ്കോപ്പ് എങ്ങനെ എടുത്തു എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടി കാണുമല്ലോ. അപ്പോഴും ബാക്കിയാവുന്ന ഒരു സംശയമാണ്, പില്ലേഴ്സ് ഓഫ് ക്രിയേഷൻ നശിച്ചുപോയ പ്രകാശം നമ്മളിലേക്ക് എത്താൻ ഇനിയും ഒരു 1000 വർഷം കൂടി എടുക്കുമെന്നിരിക്കെ അത് നശിച്ചുപോയ പ്രകാശം ഇതുവരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് നശിച്ചുപോയി എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? 2007 സ്പിറ്റ്സർ സ്പേസ് ടെലസ്കോപ്പ് ഉപയോഗിച്ചെടുത്ത ചിത്രങ്ങൾ പില്ലേഴ്സ് ഓഫ് ക്രിയേഷന്റെ പരിസരത്ത് ഒരു പൊടിപടലം കണ്ടെത്തി. അത് ഒരു സൂപ്പർനോവ സൃഷ്ടിക്കുന്ന ഷോക്ക് വേവ് ആകാമെന്ന് അവർ വിലയിരുത്തി. 6000 വർഷങ്ങൾക്ക് മുമ്പ് ആ സൂപ്പർനോവയുടെ ഷോക്ക് വേവ് പില്ലേഴ്സിനെ നശിപ്പിക്കുകയായിരുന്നു എന്ന് അവർ കണ്ടെത്തി. ഭൂമിക്കും പില്ലേഴ്സ് ഓഫ് ക്രിയേഷനും ഇടയിൽ ഏകദേശം 7000 പ്രകാശ വർഷങ്ങളുടെ അകലം കണക്കിലെടുക്കുമ്പോൾ ഇതിനർത്ഥം അവ ഇതിനകം നശിപ്പിക്കപ്പെട്ടു എന്നാണ്. എന്നാൽ പ്രകാശം പരിമിതമായ വേഗതയിൽ സഞ്ചരിക്കുന്നതിനാൽ ഈ നാശം ഏകദേശം 1000 വർഷത്തിനുള്ളിൽ മാത്രമേ ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുള്ളൂ. പില്ലേഴ്സ് ഓഫ് ക്രിയേഷൻ ഇതിനകം നശിപ്പിക്കപ്പെട്ടു എന്ന് ഉറപ്പിക്കാനിടയായ കുറച്ച് നിരീക്ഷണങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒന്ന്, 1995 2015 ഹബിൾ ചിത്രങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ പില്ലേഴ്സ് ഓഫ് ക്രിയേഷന്റെ ഘടനയിൽ കാര്യമായ മാറ്റങ്ങൾ കാണിച്ചു. 2, സ്ട്രാറ്റോസ്ഫെറിക് ഒബ്സർവേറ്ററി ഫോർ ഇൻഫ്രാറെഡ് ആസ്ട്രോണമി അഥവാ സോഫിയ എന്ന ടെലസ്കോപ്പിലെടുത്ത ഇൻഫ്രാറെഡ് ഇമേജസ് പില്ലേഴ്സ് ഓഫ് ക്രിയേഷന്റെ ഡിസ്ട്രക്ഷനും ചൂടുള്ളതും സാന്ദ്രത ഏറിയതുമായ ഗ്യാസിന്റെ സാന്നിധ്യവും വെളിപ്പെടുത്തി. 3, VLA അഥവാ വെരി ലാർജ് എറേ എന്നറിയപ്പെടുന്ന റേഡിയോ ഒബ്സർവേഷൻസിന്റെ ഡാറ്റ അനുസരിച്ച് പില്ലേഴ്സ് ഓഫ് ക്രിയേഷന്റെ പ്രദേശത്തു നിന്നുള്ള റേഡിയോ എമിഷനിൽ ചേഞ്ചസ് കാണിച്ചു. ഇതും പില്ലേഴ്സ് ഓഫ് ക്രിയേഷന്റെ ഡിസ്ട്രക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. 4, സ്പെക്ട്രൽ അനാലിസിസിലൂടെ പില്ലേഴ്സ് ഓഫ് ക്രിയേഷന്റെ റീജിയനിൽ നിന്നുള്ള ലൈറ്റ് സ്പെക്ട്രം വിശകലനം ചെയ്യുകയും അവിടെയുള്ള വാതകത്തിന്റെയും പൊടിപടലത്തിന്റെയും ഘടനയും ചലനവും മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു. 5, കൈനമാറ്റിക് അനാലിസിസിലൂടെ വാതകത്തിന്റെയും പൊടിപടലത്തിന്റെയും ചലനം പഠിച്ച ജ്യോതിശാസ്ത്രജ്ഞർ പില്ലേഴ്സ് ഓഫ് ക്രിയേഷന്റെ ഡിസ്ട്രക്ഷൻ സ്ഥിരീകരിച്ചു.
ഈ തെളിവുകൾ സംയോജിപ്പിച്ചാണ് ആസ്ട്രോണമേഴ്സ് സമീപത്തെ ചൂടുള്ള നക്ഷത്രങ്ങളിൽ നിന്നുള്ള തീവ്രമായ വികിരണവും കാറ്റും മൂലം പില്ലേഴ്സ് ഓഫ് ക്രിയേഷൻ നശിപ്പിക്കപ്പെട്ടുവെന്ന് സ്ഥിരീകരിച്ചത്. എന്തായാലും നമ്മൾ ഇന്ന് ടെലസ്കോപ്പിലൂടെ കാണുന്ന പ്രകാശവർഷങ്ങൾക്ക് അപ്പുറത്തുള്ള വസ്തുക്കൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് അവയുടെ ഭൂതകാലമാണ്. അതായത് നമ്മൾ ഇന്ന് ടെലസ്കോപ്പിലൂടെ കാണുന്ന പ്രപഞ്ചത്തിലെ പല കാഴ്ചകളും ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുൻപുള്ളതോ അല്ലെങ്കിൽ ഇപ്പോൾ നശിച്ചു പോയവയോ ആയിരിക്കാം. ശരിക്കും പറഞ്ഞാൽ ടെലസ്കോപ്പുകൾ ഒരു ടൈം മെഷീൻ പോലെ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.